ഇന്ന് നിനക്ക് ആരോഗ്യവും തൻ്റെടവും പ്രാവീണ്യവും ഒക്കെ ലഭിച്ചപ്പോ സൃഷ്ടിച്ച സ്രഷ്ടാവിനു നേരെ മുദ്രാവാക്യം വിളിക്കുകയോ ഫഇദാ ഹുവ ഖസീമും മുബീൻ, അരുതുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു യാസീനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു കടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ അത്രയുമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. സൂറത്തു യാസീനിന്റെ മഹത്വത്തെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു സൂറത്തു യാസീൻ അതിൻ്റെ ഹൃദയഭാഗമാണെന്ന് പറയാൻ കാരണം ഖുർആനിലെ മൊത്തം ചർച്ച, ആ ചർച്ച ഇതിൽ നമുക്ക് ശരിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഇനി മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രക്തമോടണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ നിലച്ചുപോയാൽ ആ സമയത്ത് അത് മരവിച്ചുപോയി, ഉപകാരശൂന്യമായി. എന്നാൽ രക്തം എല്ലായിടത്തും നടക്കണമെങ്കിലും ആ രക്തം പമ്പിങ് നടക്കുന്നത് ഹൃദയഭാഗത്തു നിന്നാണ്. ഹൃദയത്തിൽ നിന്നാണ് രക്തം പമ്പിങ് നടക്കുന്നത്. എന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും വിശ്വാസികൾക്ക് പ്രചോദനമുണ്ട്. പക്ഷേ ആ പ്രചോദനത്തിൻ്റെ ആകത്തുക സൂറത്തു യാസീനിൽ നിന്നാണ് ആ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ഖൽബുൽ ഖുർആൻ എന്ന് പ്രയോഗിക്കാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇതൊരൊറ്റ തവണ ഒരു വിശ്വാസി ഓതിക്കഴിഞ്ഞാൽ 10 തവണ ഓതിയ ഖുർആൻ പാരായണം ചെയ്ത ഖുർആൻ മുഴുവനായി 10 തവണ 10 ഖത്തം തീർത്ത കൂലി നൽകുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, സംശയിക്കേണ്ടതില്ല. മാത്രമല്ല ഈ യാസീനും നമ്മളുമായുള്ള ബന്ധം വളരെ വലുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിക്ക് മരണമാസന്നമാകുന്ന സമയത്ത് നാം അവിടെ യാസീൻ ഓതാറുണ്ട്. ഇഖ്റഊ അലാ മൗതാകും യാസീൻ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ മരണമാസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതി കൊടുക്കണം, മരിച്ചവരുടെ മേലിലും നിങ്ങൾ യാസീൻ ഓതണം. മരിച്ചവരുടെ മേൽ, മരണമാസന്നമായവരുടെ മേലിൽ ഓതണോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ഓതാൻ പാടില്ല, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നവർ വരെ ഇന്ന് പതുക്കെ മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. മരണമാസന്നമായവന്റെ അടുത്ത് വേണമെങ്കിൽ ഓതിക്കോട്ടെ എന്ന്, മരിച്ചവന്റെ അടുത്ത് ഓതണ്ട. മരണമാസന്നമായ ആളുടെ അടുത്ത് ഓതണോ എന്നതിൽ തർക്കമില്ല. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്നാൽ മരിച്ചയാളുടെ പേരിലോ അയാളുടെ പേരിൽ യാസീൻ ഓതാൻ പറ്റുമോ? പറ്റും. ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗത എന്ന് പറഞ്ഞത് മയ്യിത്ത് എന്നതിന്റെ ബഹുവചനമാണ്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യൻ. അപ്പൊ മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ, മരിച്ചവർ എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് വെക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതിന് മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതുക എന്നത് അത് നടക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് മരിച്ചവർ എന്ന് ഉദ്ദേശിച്ചുകൂടാ, മരണമാസന്നമായവർ എന്നെ ഉദ്ദേശിക്കാവൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു റിഫ്അത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ച ആളുടെ പേരിൽ യാസീൻ ഓതുന്നതിനുള്ള തടസ്സം എന്താണ്? അദ്ദേഹത്തിന്റെ ബോഡിയുമായി ആത്മാവിന് ബന്ധമുണ്ടെങ്കിൽ ആ ആത്മാവ് വഴിക്ക് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലി ബഖാഇ ഇദ്റാകി റൂഹിഹി ഫഹുവ ബിന്നിസ്ബതി ലിസമാഇൽ ഖുർആൻ വഹുസൂലി ബറകതിഹി ലഹു കൽ ഹയ്യ്. ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഓതുമ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് അതിന്റെ ബറക്കത്ത് കിട്ടുന്നു എന്നതല്ലേ. എന്നാൽ മരിച്ചയാളുടെ ബോഡിയുമായിട്ട്, ആ ഡെഡ് ബോഡിയുമായി ആത്മാവിന് ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ബറക്കത്ത് ലഭിച്ചുകൂടാ? എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഇദാ സഹ്ഹ സലാമു അലൈഹി ഫൽ ഖിറാഅതു അലൈഹി ഔലാ. സലാം പറഞ്ഞാൽ മയ്യത്തിന് ഉപകാരമുണ്ട്, മയ്യത്ത് അത് കേൾക്കും, അതിന് മയ്യത്തിന് ഉപകാരമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഖുർആൻ ഓതിയാൽ എന്തായാലും ഉണ്ടാവണം. കാരണം സലാം പറഞ്ഞാൽ അത് ഇങ്ങോട്ടും മടക്കേണ്ട കാര്യമാണല്ലോ. അതിലടക്കം മയ്യത്തിന് കൂലി, മയ്യത്തിന്
കൂലിയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഉപകാരമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഓതിയാൽ എന്തായാലും ഉപകാരമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റിഫഅത്ത് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയിൽ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നവരാണ്, മരണമാസന്നമായ ആളുടെ അടുത്ത് ഖുർആൻ ഓതുന്നവരാണ്. അതൊക്കെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇനി ഈ ഖുർആൻ പാരായണം കൊണ്ട്, പ്രത്യേകിച്ച് സൂറത്തു യാസീൻ, ആ സൂറത്തു യാസീനിന്റെ പാരായണം കൊണ്ട് കിട്ടാവുന്ന ദീർഘമായ ഗുണഗണങ്ങളുടെ പട്ടികകൾ എണ്ണിയിട്ടുണ്ട്. തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രധാനമായും ഇത്ര മാത്രമേ ഉണർത്തുന്നുള്ളൂ. എന്നിട്ട് സൂറത്തു യാസീനിന്റെ ആ ജീവിക്കുന്ന ആശയങ്ങളിലേക്ക് കടന്നുവന്ന് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കലാണല്ലോ ഈ സദസ്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആദ്യമായി കടന്നു വരുമ്പോൾ ഒന്നാമത്തെ വചനം യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ. ഇത്തരം അക്ഷരക്കൂട്ടുകൾ വിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതേക്കുറിച്ച് മഹാന്മാര് പറഞ്ഞത്? അവര് പറഞ്ഞു, ഇതിലേറ്റവും നല്ല മാർഗം നമ്മുടെ തടി സലാമത്താക്കാൻ തിട്ടമായി പറയാൻ കഴിയാത്ത ഒരു വിഷയമായതുകൊണ്ട് അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്, ഇതുകൊണ്ട് യഥാർത്ഥമായി എന്താണ് വിവക്ഷിക്കുന്നതെന്ന് പടച്ച റബ്ബിനു മാത്രമേ അറിയൂ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറലാണ് നല്ലത്. അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. സൂറത്തു യാസീനിന്റെ തുടക്കത്തിൽ മാത്രമല്ല, അൽ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു അലിഫ് ലാം മീം, ചില അക്ഷരക്കൂട്ടുകൾ. എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ആശയം ഇന്നതാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ കഴിയൂല എന്ന് പറഞ്ഞത്? ഭാഷാർത്ഥത്തിൽ അതിനെ നോക്കിക്കാണാൻ കഴിയില്ല. ഭാഷാപരമായി ഒരു പദത്തിനൊരർത്ഥം ഉണ്ടാകും. പക്ഷെ ഒരക്ഷരം കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആൾക്കേ അത് തിരിയൂ എന്ന് പറയലാ നല്ലത്. ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാകും. പക്ഷെ ഒരാൾ എ എന്ന് പറഞ്ഞു. ഈ ഒരു ലെറ്റർ കൊണ്ട് ഞാൻ ഒരു വലിയ ഒരു ആശയം ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് ഞാൻ ഒരു നാമം ഉദ്ദേശിച്ചിട്ടുണ്ട്, പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാവാം. പല നിഗമനങ്ങളും പലരും പറയും. പറഞ്ഞയാൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കോഡ് ലെറ്ററുകൾ വിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ കടന്നു വന്നു. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മിലേക്ക് അത് പകർന്നു കിട്ടാതിരുന്നത്. എന്തിനായിരിക്കും ഇത് വന്നത്? കുറേ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒരു കാരണം ഞാൻ പറയുന്നത്, ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാലും കൂലി കിട്ടുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ. കാരണം ഇവിടെ ഖുർആൻ അർത്ഥറിയാതെ ഓതിയാൽ കൂലി കിട്ടൂല എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം എന്ന് നമ്മൾ ഉണ്ടല്ലോ. ആ ന്യൂനപക്ഷത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വളരെ വേദനിച്ചു പോയി. ഒരു ദിവസം കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ നിന്നൊരു മുസ്ഹഫ് എടുത്തപ്പോ ആ മുസ്ഹഫിൽ പച്ച മലയാളത്തിൽ ഇങ്ങനെ നീട്ടി എഴുതിയിരിക്കുന്നു, ഈ ഓതുന്നതിന്റെ ഒന്നും സാരാർത്ഥങ്ങൾ അറിയാത്ത, ഈ ഓതുന്നതിന്റെ ഒന്നും അർത്ഥതലങ്ങൾ അറിയാത്ത പൊട്ട, നീ എന്തിനാ ഇത് പാരായണം ചെയ്യുന്നത്? പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതോ ഒരു കറുത്ത കരം നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ വളരെ അദബുകേടായിട്ട് ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുന്നതിന് കൂലി വർദ്ധിക്കും. നേരത്തെ നിങ്ങൾ കേട്ടു, തദബ്ബുറുൽ മാനയോടുകൂടെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ അതിന് കൂലി വർദ്ധിക്കും, സംശയമൊന്നുമില്ല. അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി ഉണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുമോ ഖാഫ് എന്നതിന്റെ അർത്ഥം, നൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നതാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ കഴിയുന്ന ഒരു കുട്ടിയും ഇവിടെയില്ല. ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു നൂരിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ ഒരു സമയത്ത് ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട സമയത്ത് സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അസ്റാരിൽ മുതശാബിഹാത്ത്. ഞാൻ മുത്തുനബിയോട് മുത്തശാബിഹായ ആയത്തുകളുടെ, സുവ്യക്തമല്ലാതെ കിടക്കുന്ന ആയത്തുകളുടെ, അവ്യക്തമായി കിടക്കുന്ന ആയത്തുകളുടെ താല്പര്യം എന്താണ്, അതിന്റെ സിറെന്താണ്, രഹസ്യം എന്താണെന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ ഖാല, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഹിയ മിൻ അസ്റാരിൽ മഹബ്ബത്തി ബൈനീ വ ബൈനല്ലാഹ്. മുതശാബിഹായ ആയത്തുകൾ കുറേയുണ്ട്. ആ മുതശാബിഹായ ആയത്തുകളെ കുറിച്ച് മൊത്തമല്ല ചോദ്യം.